ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ്. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. വളരെയധികം ടേസ്റ്റി ആയിട്ടും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്സ് റെസിപ്പിയാണ്. എപ്പോഴും നമ്മൾ ഒരുപോലെ ഉണ്ടാക്കാതെ ഇതേപോലെ വെറൈറ്റി ആയിട്ട് നമ്മളെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ ഗസ്റ്റുകൾക്കും കുട്ടികൾക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ്. അപ്പം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഒന്ന് ഉരുളൻകിഴങ്ങൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 4 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ മണ്ണൊക്കെ കളയുന്നവരെ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു 2-3 പീസായിട്ട് കട്ട് ചെയ്ത് കുക്കറിൽ ഉരുളൻകിഴങ്ങ് നിവയ്ക്ക് വെള്ളം വെച്ച് ഒരല്പം ഉപ്പും ഇട്ട് നമുക്കൊരു 4-5 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അടുത്തായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാനിവിടെ ഒരല്പം കുറച്ച് വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ചട്ടണിക്ക് വേണ്ടിയാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതേപോലെ തൊലിയൊന്നും കളയാതെ നമുക്കിതൊന്ന് ചതച്ച് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ തൊലിയൊന്നും കളയാതെ ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഉണങ്ങിയ തേങ്ങയാണ്. ഉണക്ക തേങ്ങയുടെ ചെറിയൊരു കഷ്ണം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു നാരങ്ങ. അപ്പം നമുക്ക് ആദ്യത്തെ ചട്നി ഉണ്ടാക്കാം. ഞാൻ ഗ്രീൻ ചട്നിയാണ് ആദ്യം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതേപോലെ ഒരു അല്പം മല്ലിയില എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതനുസരിച്ച് അളവിന് എടുക്കാവുന്നതാണ്. ഞാനൊരു അല്പമാണ് യൂസ് ചെയ്യണത്. അപ്പം നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഇതേപോലെ ഒന്ന് കൈകൊണ്ട് ഒടിച്ച് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ടിയിട്ടുള്ളത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അതിൽ നിന്ന് അതൊരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇത് നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഞാനൊരു 3 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു നാരങ്ങ, ആ നാരങ്ങയുടെ ഒരു നാരങ്ങ ഫുള്ളായിട്ടൊന്ന് പിഴിഞ്ഞ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മളെ ചട്ടണി പുതിനയുടെ ചട്ടണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത അതേ മിക്സിയുടെ ജാറിൽ തന്നെ, അത് കഴുകേണ്ട ആവശ്യമില്ല, നമുക്ക് അതേ ജാറിൽ തന്നെ ബാക്കി ഒരു 5-6 അല്ലി വെളുത്തുള്ളി നമ്മൾ ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് 2 പച്ചമുളകും എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാം. അതിലോട്ട് 1-1.5 കപ്പോളം കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം അജ്വൈൻ കൈയുടെ വെള്ളയിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കൊടുക്കും. പിന്നെ നമ്മൾ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസാണ് ഈ അജ്വൈന്. ഈ നോർത്ത് ഇന്ത്യൻ ഡിഷിലെല്ലാം മെയിനായിട്ട് അവർ ജീരകവും അജ്വൈൻ ഇതൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യണത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മളുടെ ആ മാവിന്. അപ്പോൾ ആ വട ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഈ അജ്വൈൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു കുറച്ച് അല്പം എരിവുള്ള മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ വേണ്ട, ഒരു 1/4 ടീസ്പൂണോളം മതി. ഇനി ഒരു അല്പം ജീരക പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒരു ലൂസ് ബാറ്ററായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. കൂടുതൽ തിക്കാവാനും പാടില്ല, കൂടുതൽ ലൂസാവാനും പാടില്ല. കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം.
ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് നല്ല രീതിയിൽ ബോയിലായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി നമുക്ക് മാറ്റി വേറൊരു ബൗളിലോട്ട് ആക്കിയിട്ട് നല്ല രീതിയിലൊന്ന് ഈ ഉരുളൻകിഴങ്ങിനൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരല്പം ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയ രീതിയിലൊന്ന് നമുക്ക് സിമ്മിലിട്ടിട്ടൊന്ന് ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ആദ്യം പച്ചമുളകും വെളുത്തുള്ളിയും ഇടുന്ന സമയത്താണ് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കേണ്ടുള്ളത്. ഞാൻ എടുത്തു വെച്ചായിരുന്നു, മറന്നുപോയി ഇടാൻ. അത് കുഴപ്പമില്ല, പിന്നെ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് നല്ല രീതിയിൽ മസാലയെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഒരു കൂടുതൽ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഇതിൽ മുളക് പൊടി വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ആ പച്ചമുളകിൻ്റെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ. കൂടുതൽ എരിവുള്ള ഫില്ലിംഗ് അല്ല ഇത്. അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമാണെങ്കിൽ അല്പം മുളക് പൊടിയോ പച്ചമുളകോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ യഥാർത്ഥ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആ വടയ്ക്ക് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ കൂടുതലായിട്ട് മല്ലിയില അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് 2-3 മിനിറ്റ് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെള്ളത്തിൻ്റെ ആ ഒരു ഈർപ്പമെല്ലാം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ ബൗളിൽ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇടുമ്പോഴത്തേക്ക് എണ്ണയിലിടുമ്പോൾ തെറിക്കത്തില്ല. അപ്പം ഇതേപോലെ എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഞാൻ ഒരു 7-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കായിട്ടൊന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ടുള്ള പച്ചമുളക് ഒരിക്കലും എണ്ണയിൽ ഇടാൻ പാടില്ല. കൂടുതൽ ഈ വെളുത്തുള്ളിയും പച്ചമുളകും നല്ല രീതിയിൽ എണ്ണയിൽ ഡയറക്റ്റായിട്ട് ഇട്ടാൽ തെറിക്കും. നമുക്ക് അത് കയ്യിലും മുഖത്തും എല്ലാം തെറിക്കും. അതുകൊണ്ട് ഇതേപോലെ ചതച്ചിട്ടാണ് ഇടേണ്ടിയുള്ളത്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ചൂടായ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം. വെളുത്തുള്ളി ഫ്രൈ ചെയ്ത് വേറൊരു ബൗളിലോട്ട് മാറ്റാം. അതേ ഓയിലിൽ തന്നെ ഞാൻ കീറി വെച്ചിട്ടുള്ള പച്ചമുളകും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ഒരു ചെറിയൊരു ബൗളിൽ ഉണക്ക തേങ്ങ ചെറിയ രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അതും നമുക്ക് ഈ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ട് 2 വറ്റൽമുളക് എടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം കൂട്ടാവുന്നതാണ്. 2 വറ്റൽമുളകും എണ്ണയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പച്ചമുളകും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം കലക്കി വെച്ചിട്ടുള്ള കടലമാവ് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ കടലമാവ് നമുക്ക് ഒന്ന് ബൂന്തി ഉണ്ടാക്കി എടുക്കണം. നിങ്ങൾക്ക് സ്പൂണിലൊന്ന് ചെറുതായിട്ടൊന്ന് കോരി ഒഴിച്ചിട്ട് ബൂന്തി പോലെ റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതേപോലെ നമ്മൾ ആ വിസ്ക് വെച്ച് തന്നെ ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുകയാണ്. നമുക്കിതിൻ്റെ ഒരു മെയിനായിട്ട് വടാപ്പാവിൽ നമുക്ക് മെയിനായിട്ടുള്ള ഒരു ചട്ടിണി എന്ന് പറയുന്നത് ഈ ഒരു ചട്ടിണിയാണ്. ഈ ഒരു ബൂന്തി വെച്ചിട്ടുണ്ടാക്കുന്ന ചട്ടിണിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചട്ടിണി ലാസ്റ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചായാലും മതി. ചെറിയ രീതിയിലൊന്ന് നമുക്കിതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് കുടഞ്ഞ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ക്രിസ്പി ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2-3 ബാച്ചിൻ്റെ ആവശ്യമുള്ളൂ. ഒരല്പം മതിയാകും. അപ്പോൾ ആദ്യത്തെ ബാച്ച് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ട്രിപ്പും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ചട്ടിണി റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ എണ്ണ ചൂടായി കിടക്കുന്നതുകൊണ്ട് നമുക്ക് വട റെഡിയാക്കി എടുക്കാം. നമ്മളുടെ ഫില്ലിങ് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ് ഇവിടെ നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് ബോൾസുകളാക്കി ഒന്ന് വയ്ക്കാം.
ഇപ്പോൾ ബോൾസുകളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ ബോൾസ് എടുത്ത് നമ്മൾ ഇതേപോലെ മാവിൽ നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ എല്ലാം ഒന്ന് നമുക്ക് എണ്ണയിലിട്ടതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ ഫില്ലിങ് ആൾറെഡി വേവിച്ചതായതുകൊണ്ട് നമുക്ക് ആ പുറം മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ വടയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു ചട്നിയും കൂടെ റെഡിയാക്കി എടുക്കാറുണ്ട്. ബാക്കി എല്ലാം ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ചട്നി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും വറ്റൽമുളക്, വെളുത്തുള്ളി ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബൂന്തി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. കൂടുതൽ പേസ്റ്റാക്കി അരയാൻ പാടില്ല. നമ്മളെല്ലാം ചമ്മന്തി പൊടിയൊക്കെ അരയ്ക്കുന്നത് പോലെ ഒന്ന് ക്രഷായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരല്പം ജീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ചട്ടണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തരിതരിപ്പായിട്ട് വേണം ഇരിക്കാൻ. ഇതാണ് നമ്മളുടെ വടാപ്പാവിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ചട്ടണി ഇതാണ്. അതൊരു വേറൊരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള പാവ് എടുക്കാം. ഞാൻ ഇതേപോലെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോഡേൺ കമ്പനിയുടേതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഒരു പാക്കറ്റിൽ 8 എണ്ണം കാണും. ഇതേപോലെ ജോയിൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതേപോലെ ഒന്ന് അതിനെ സെപ്പറേറ്റ് ആക്കി എടുത്തതിന് ശേഷം നടുക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പാവ് ബണ്ണെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വടയും റെഡി ആയിട്ടുണ്ട്. 2 ചട്ടണി റെഡി ആയിട്ടുണ്ട്. പച്ചമുളക് ഫ്രൈ ചെയ്തതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി സിമ്പിളാണ്. ഇനി നമുക്ക് ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാവ് എടുക്കാം. അതിന് ഇതേപോലെ രണ്ടായിട്ട് വെച്ചതിന് ശേഷം ആദ്യം ഇതിലോട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ ചട്ടണി, പുതിനയുടെ ചട്ടണി 2 ഭാഗത്ത് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് റെഡിയാക്കിയിട്ടുള്ള ഒരു ബൂന്തി തേങ്ങയുടെ ചട്ടണി അതും 2 ഭാഗത്തും നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വട ഇതിനെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു പച്ചമുളകും വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബണ്ണിൽ ചെറിയ രീതിയിലൊന്ന് ബട്ടർ വെച്ച് ടോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു കടയിലൊക്കെ നമ്മൾ കിട്ടണത് ഇങ്ങനെയാണ് അവർ കടയിലൊക്കെ തരണത്. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ഒന്ന് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ആ ഒരു ബർഗറൊക്കെ കഴിക്കുന്ന അതേപോലെയാണ് ഇതിരിക്കുന്നത്. പക്ഷേ അതിനെയും കാട്ടി നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളെ ഈ ഒരു വടാപ്പാവിന്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. 2 ചട്ടണി ഉണ്ടാക്കുന്നതും ആ ഒരു ബൂന്തി ഉണ്ടാക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. നമുക്ക് ആ ഒരു പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു വടാപ്പാവ്. അപ്പോൾ ഈ ബർഗറൊക്കെ നിങ്ങൾ എപ്പോഴും കഴിക്കുന്നതല്ലേ. അപ്പോൾ ഇതേപോലെ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ നമ്മളെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വടാപ്പാവ് റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.